ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിമീഷ് പിരാജൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ ഒരു കിടുക്കാച്ചി വെറൈറ്റി ആയിട്ടുള്ളൊരു പോസ്റ്റർ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ അത് കൃത്യമായിട്ട് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ എല്ലാ വീഡിയോയിലും തുടക്കത്തിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന 5 പേർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. 1K ആയി എനിക്ക് കുറച്ച് സബും കൂടെ മതി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് 1K ആഘോഷിക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഒരു കിടുക്കാച്ചി വെറൈറ്റിയുള്ള ഒരു പോസ്റ്റർ നിർമ്മിക്കാനായിട്ട് നമുക്ക് വേണ്ടുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്ററാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്കിപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു ഫിഗറിലാണ് നമുക്കൊരു കിടിലൻ പോസ്റ്റർ നിർമ്മിക്കണം. അതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ കേരള ഔട്ട്ലൈൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ മാപ്പ് കിട്ടും, അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ ഒരു കിടുക്കാച്ചി ആപ്പ്, അതായത് മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പുറത്ത് പോർട്രേറ്റ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലാണ് നമുക്ക് ഈ ഒരു പടം നിർമ്മിക്കേണ്ടത്, അല്ലെങ്കിൽ പോസ്റ്റർ നിർമ്മിക്കേണ്ടത്. ബ്ലാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഇമേജിൽ കൊടുത്തിട്ട് ആ ഒരു കേരളത്തിൻ്റെ ഔട്ട്ലൈൻ മാപ്പ് ഒന്ന് സെറ്റ് ആക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ചുറ്റുപാടുമുള്ള അനാവശ്യമായിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. അതിനായിട്ട് എറേസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് ആ ഒരു എറേസിൻ്റെ സെക്ഷനിലേക്ക് പോകാം. അതിനുശേഷം ഈ ഒരു എറേസ് എന്ന് പറയുന്ന ഓപ്ഷനിലുള്ള ടൂൾ ഉപയോഗിച്ച് അനാവശ്യമായിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഞാനിവിടെ ആ ഒരു വീഡിയോ ലെങ്ത്തായിട്ട് പോകുന്നതുകൊണ്ടാണ് അവിടെ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് കളഞ്ഞത്. എളുപ്പമാണ്, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു ഔട്ട്ലൈൻ മാപ്പിൻ്റെ പുറത്ത് കുറച്ച് ഇമേജസ് വയ്ക്കണം, അല്ലെങ്കിൽ ആ ഒരു മാപ്പിൻ്റെ അകത്ത് കേരളത്തിലെന്ന പോലെ കുറച്ച് ഇമേജസ് വേണം. അതിനായിട്ട് ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം മോർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഔട്ട്ലൈൻ അതിൻ്റെ പുറത്തായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ആ ഒരു ഔട്ട്ലൈൻ എപ്പോഴും പുറത്ത് തന്നെ വേണം, കാരണം എന്നാൽ മാത്രമേ ഒരു ഡെക്കറേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഏറ്റവും ആവശ്യം അത് എളുപ്പത്തിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയും നമുക്ക് ഇമേജസ് ഇടാനുള്ള ഒരു കുറച്ചും കൂടെ സ്ഥലമുണ്ട്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇമേജസ് ഫിൽ ചെയ്യുക. ഞാനിവിടെ തിരുവാതിര കളി, ഓണം ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്ററാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓണത്തിൻ്റെ കേരളത്തിൻ്റെയൊക്കെ ഇമേജസ് സെലക്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും, ആ ഒരു വെള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്. ഞാനിവിടെ പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാപ്പൊക്കെ വന്നത്. നമുക്ക് പതുക്കെ ചെയ്താൽ മതി, പതുക്കെ ചെയ്താൽ നല്ല നീറ്റായിട്ടും അടിപൊളിയായിട്ടും ചെയ്യാൻ പറ്റും. ഇമേജസ് എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഒന്ന് സേവ് ചെയ്യുക. അതിനുശേഷം ഇതിനെ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലാണ് വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന് ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് വീണ്ടും മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ മെയിൻ വിൻഡോയിൽ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചില്ലേ ആ ഒരു ഇമേജിനെ എടുത്ത് അതിൻ്റെ മുകളിലൊന്ന് ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു കേരളത്തിൻ്റെ ഔട്ട്ലൈനിനെ മാത്രമായിട്ട് ഒന്ന് വെട്ടിയെടുക്കുക. അതിനായിട്ട് പഴയതുപോലെ തന്നെ എറേസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ആ ഒരു ലാസോ ടൂൾ ഉപയോഗിച്ച് താഴെ നമുക്ക് കാണാൻ സാധിക്കും, ലാസോ ടൂൾ ഉപയോഗിച്ചിട്ട് പതുക്കെ സൂക്ഷ്മമായിട്ട് പെർഫെക്ഷനോടെ കേരളത്തിൻ്റെ ഔട്ട്ലൈൻ തക്ക രീതിയിൽ ഒന്ന് വെട്ടിയെടുക്കുക. ഞാനിവിടെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ച് ഭാഗം ഒന്ന് വെട്ടിയെടുക്കുകയാണ് കേരളത്തിൻ്റെ ഔട്ട്ലൈൻ മാപ്പിൻ്റെ ആ ഒരു രീതിയിൽ വെച്ചിട്ട്. പതുക്കെ ചെയ്താൽ മതി, സമയമൊന്നും ധൃതിയൊന്നും വേണ്ട, സമയം ഒരുപാടുണ്ട്. അതിനുശേഷം എറേസ് ഇൻസൈഡ് എന്ന് കൊടുക്കുക. ഏത് ഡയറക്ഷനിലാണോ നിങ്ങൾ കട്ട് ചെയ്തത് അതിനനുസരിച്ച് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും, എറേസ് ഇൻസൈഡ് ഔട്ട് സൈഡ് മാറിക്കൊണ്ടിരിക്കും. കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത ഭാഗം ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു ഇമേജ് കട്ട് ചെയ്ത് നല്ല പെർഫെക്ഷനോടെ കട്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ തനത് ശൈലിയോട് കൂടിയ ഒരു പോസ്റ്റർ തയ്യാറായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാൻ അവിടെ എളുപ്പത്തിന് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത്. ഈ ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾക്കറിയാവുന്ന 5 പേർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ ചാനൽ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം 1K അടിക്കാൻ പറ്റും. 732 സബ്സ്ക്രൈബേഴ്സായി, ഇനി കുറച്ചും കൂടെ മതി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ ഗൈസ്, ലവ് യു, ടേക്ക് കെയർ, താങ്ക് യു.